ഹായ് ഫ്രണ്ട്സ്, ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിസസും ഇൻവെർസസും തമ്മിലുള്ള ചില പ്രൂഫ്സും അതിൻ്റെ ചില പ്രോബ്ലംസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. പ്രോബ്ലം നമ്പർ 1, if a and b are n by n matrix, then trace of a plus b is equal to trace of a plus trace of b. ഇവിടെ എയും ബിയും സ്ക്വയർ മെട്രിസസ് ആണ്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് n ആണ്. രണ്ടും റോയും കോളത്തിൻ്റെയും നമ്പർ സെയിം ആണ്. സോ എയും ബിയും സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ട്രേസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി എന്ന് പ്രൂവ് ചെയ്യണം. എന്താണ് ട്രേസ് എന്ന് പറയുന്നത്? ഡയഗണൽ എൻട്രീസിൻ്റെ സം എത്രയാണോ ഈ ട്രേസ് ഡിഫൈൻ ആവണമെങ്കിൽ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം ആ മെട്രിക്സ്. അപ്പോൾ ട്രേസ് ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് ബി. നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. ഇവിടെ എ കൊടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. A1, A11, A12 till A1n. അതായത് എ എന്ന് പറയുന്നത് ഒരു ജനറൽ ANN മെട്രിക്സ് ആയതുകൊണ്ട് നമ്മൾ ആ ഡിനോഷൻ കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് A11 പ്ലസ് A22 പ്ലസ് ടിൽ A1n. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി ബി എന്ന് പറയുന്നത് മറ്റൊരു n മെട്രിക്സ് ആണ്. അത് അതുപോലെ തന്നെ B11, B12 ടിൽ BNN ഒരു സ്ക്വയർ മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ട്രേസ് ബി കിട്ടും. B11 പ്ലസ് B22 ടിൽ B1n, അതായത് ഡയഗണൽ എൻട്രീസിൻ്റെ സമ്മ്. അപ്പോൾ ട്രേസ് എ പ്ലസ് ട്രേസ് ബി, ആ ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ട്രേസ് എ പ്ലസ് ട്രേസ് ബി കിട്ടും. ട്രേസ് എ പ്ലസ് ട്രേസ് ബി എന്ന് പറയുന്നത് A11 പ്ലസ് A22 ടിൽ ANN പ്ലസ് B11 പ്ലസ് B22 ടിൽ BNN. ട്രേസ് എ പ്ലസ് ട്രേസ് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ A11ഉം B11 പ്ലസ് A22 പ്ലസ് B22, അതായത് നമ്മൾ ക്ലബ് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് ട്രേസ് എ പ്ലസ് ട്രേസ് ബി എന്ന് പറയുന്നത് A11 പ്ലസ് B11 പ്ലസ് A22 പ്ലസ് B22 ടിൽ ANN പ്ലസ് BNN. അത് തേർഡ് ഇക്വേഷനായിട്ട് നമ്മൾ എഴുതുന്നു. ഇനി എ ബി ഡിഫൈൻ ആണ്. അപ്പോൾ എ പ്ലസ് ബിയും ഡിഫൈൻ ആയിരിക്കും, സെയിം ഓർഡർ ആയിരിക്കും, n/n ഓർഡർ ആയിരിക്കും. അപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ മെട്രിക്സ് അഡീഷൻ അനുസരിച്ച് A11 പ്ലസ് B11, A12 പ്ലസ് B12, അങ്ങനെ A1n പ്ലസ് B1n ടിൽ ANN പ്ലസ് BNN വരെ അത് നീളും. അപ്പോൾ ട്രേസ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ A11 പ്ലസ് B11 പ്ലസ് A22 പ്ലസ് B22 ടിൽ ANN പ്ലസ് BNN എന്ന് വരും. അത് ഇക്വേഷൻ നമ്പർ 4 എന്നിടാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 ആൻഡ് ഇക്വേഷൻ നമ്പർ 4 റൈറ്റ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡും ഈക്വൽ ആകും. സോ ട്രേസ് എ പ്ലസ് ബി is equal to ട്രേസ് എ പ്ലസ് ട്രേസ് ബി. ഈ പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം നമ്പർ 2, if AB and BA are both defined, then AB and BA are square matrices. And second question, sub question, if A is an M into N matrix and A into BA is defined, then B is an N into M matrix. ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എ ബിയും ബി എയും ഡിഫൈൻഡ് ആണ്. അങ്ങനെയെങ്കിൽ എ ബിയും ബി എയും സ്ക്വയർ മെട്രിക്സ് ആകാതെ നിവർത്തിയില്ല. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഒരു M/n മെട്രിക്സ് ആണ്. അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ഇൻറ്റു എ എന്ന് പറയുന്നത് ഡിഫൈൻഡ് ആണ്. എങ്കിൽ ബി എന്ന് പറയുന്നത് ബീൻ്റെ ഓർഡർ എന്ന് പറയുന്നത് M/n, N/m ആയിരിക്കും. നമുക്ക് പ്രൂഫിലോട്ട് കിടക്കാം. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എ എന്ന് പറയുന്നത് ഒരു M/nഉം ബി എന്ന് പറയുന്നത് നമ്മൾ ഒരു K/L മെട്രിക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എ ബി ഡിഫൈൻഡ് ആവണമെങ്കിൽ, അതായത് ബിക്ക് നമ്മൾ K/L മെട്രിക്സ് എന്ന് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ കൺസിഡർ ചെയ്യുന്നു. എ ബി ഡിഫൈൻഡ് ആകണമെങ്കിൽ നമുക്കറിയാം പ്രൊഡക്ട്സ് എയും ബിയും പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ റോയും, അതായത് അതിൻ്റെ കോളം, എയുടെ കോളവും ബിയുടെ റോയുടെയും നമ്പർ ഈക്വൽ ആവണം. അതുകൊണ്ട് തന്നെ n ഈക്വൽ ടു k. അതുപോലെ തന്നെ ബി എ അതുപോലെ തന്നെ വരുമ്പോൾ L ഈക്വൽ ടു M. അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്നത് M/n മെട്രിക്സ് ആണ്, ബി എന്ന് പറയുന്നത് M/m, N/m മെട്രിക്സ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് n ഈക്വൽ ടു k, L ഈക്വൽ ടു M. അപ്പോൾ k ഇൻറ്റു എല്ലിന് പകരം നമുക്ക് n ഇൻറ്റു m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി ഫൈൻഡ് ദാറ്റ് എ ബി ആൻഡ് ബി എ ആർ ബോത്ത് സ്ക്വയർ matrix. A
അല്ല എം ഇൻറ്റു എൻ എന്നുള്ളത് നമുക്ക് എമ്മും എന്നും ഈക്വൽ ആകും. എമ്മും എന്നും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എ ബി എന്ന് പറയുന്നത് എം ബൈ എം മെട്രിക്സ് ആയിരിക്കും. കാരണം എന്നും കെയും ഈക്വൽ ആണ്. എന്നും കെയും ഈക്വൽ ആണെങ്കിൽ ഈ ബിയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഈ എ ബി ഈസ് ഈക്വൽ ടു എം ബൈ എം മെട്രിക്സും ബി എന്ന് പറയുന്നത് ഒരു എൻ ബൈ എൻ മെട്രിക്സ് ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, അതായത് എ എന്ന് പറയുന്നത് ഒരു എം ബൈ എൻ മെട്രിക്സ് ആണ്. എ ഇൻറ്റു ബി എ ഡിഫൈൻഡ് ആണ്. അങ്ങനെയെങ്കിൽ ബി എ ഡിഫൈൻഡ് ആയിരിക്കും. കാരണം ബി എ ഡിഫൈൻഡ് ആകണമെങ്കിൽ എ ഇൻറ്റു ബി എ ഡിഫൈൻഡ് ആകണമെങ്കിൽ ബി എ ഡിഫൈൻഡ് ആയിരിക്കണം. ബി എ ഡിഫൈൻഡ് ആവണമെങ്കിൽ ബിക്ക് എം കോളംസ് ആണ്. അങ്ങനെയെങ്കിൽ എക്കും അത്ര തന്നെ റോസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ ബിക്ക് എം കോളംസ് ഉണ്ട്. ആ സെയിം നമ്പർ തന്നെയായിരിക്കും എക്ക്. എയുടെ റോസിൻ്റെ എണ്ണം സെയിം ആയിരിക്കും. അപ്പോൾ എം കോളംസ് ഉള്ള ബി ആണെങ്കിൽ എം റോസ് ഉള്ള എ ആയിരിക്കും. അപ്പോൾ എയുടെ റോ എന്താണ്? എം എന്നാണ്. ഇനി ബി എന്ന് പറയുന്നത് ഒരു കെ ബൈ എം മെട്രിക്സ് ആണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, കെ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ, ദെൻ ബി എ എന്ന് പറയുന്നത് കെ ബൈ എൻ മെട്രിക്സ് ആണ്. ദെൻ എ ഇൻറ്റു ബി എ ഡിഫൈൻഡ് ആണ്. ദെൻ നമ്പർ ഓഫ് കോളംസ് ഓഫ് എ ആൻഡ് നമ്പർ ഓഫ് റോസ് ഓഫ് ബി എ ഹാവ് ടു ബി ഈക്വൽ. കാരണം ഇവിടെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ കറക്റ്റ് ആവണമെങ്കിൽ എയുടെ കോളംസിൻ്റെ എണ്ണവും ബി എയുടെ റോസിൻ്റെ എണ്ണം സെയിം ആവും. അതായത് കെ ഈക്വൽസ് ടു എൻ. കെ ഈക്വൽസ് ടു എൻ എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ് ഇവിടെ നമ്മൾ കെ എന്ന് പറഞ്ഞാൽ എൻ ആണ്. കെ എൻ ആണെങ്കിൽ എം ബൈ എൻ മെട്രിക്സ് ആയിരിക്കും ബി എന്ന് പറയുന്നത്. സോ ബി ഈസ് എ എൻ ബൈ എം മെട്രിക്സ്. അതാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത്. എ എന്ന് പറയുന്നത് ഒരു എം ബൈ എൻ മെട്രിക്സ് ആണ്. ദെൻ ബി ഈസ് എ എൻ ബൈ എം മെട്രിക്സ്. ഈ രണ്ട് പ്രോബ്ലംസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ മൂന്നാമത്തെ പ്രോബ്ലത്തിലെ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എ എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ട്. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ ആണെങ്കിൽ എനെ നമ്മൾ ഐഡംപൊട്ടൻ്റ് എന്ന് വിളിക്കും. പ്രത്യേകം ഓർക്കണം, എ മസ്റ്റ് ബി എ സ്ക്വയർ മെട്രിക്സ്. സോ ഇഫ് എ ഈസ് ഐഡംപൊട്ടൻ്റ്, അതായത് എ സ്ക്വയർ ഈക്വൽ ടു എ, then I minus a, I എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ്, ഈസ് ഓൾസോ ഐഡംപൊട്ടൻ്റ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, എ ഈസ് ഐഡംപൊട്ടൻ്റ്. അങ്ങനെയെങ്കിൽ 2a മൈനസ് ഐ ഈസ് ഇൻവെർട്ടബിൾ ആൻഡ് 2a മൈനസ് ഐയുടെ ഇൻവേഴ്സ് അത് തന്നെയായിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. എ ഈസ് ആൻ ഐഡംപൊട്ടൻ്റ്, ദെൻ എ സ്ക്വയർ ഈക്വൽ ടു എ. ദെൻ ആദ്യത്തെ ഐ മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ മൈനസ് 2ai പ്ലസ് എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറയുന്നത് ഐ ആയിരിക്കും. ദെൻ ഐ മൈനസ് എ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ സ്ക്വയർ മൈനസ് 2ai പ്ലസ് എ. ദെൻ ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ. കാരണം ഐഡൻറ്റിറ്റി മെട്രിക്സിന് സ്ക്വയർ ഇട്ടാലും സെയിം തന്നെ വരും. സോ എ ഐ ഈക്വൽ ടു എ. ഐ മൈനസ് എ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ മൈനസ് 2a പ്ലസ് എ മൈനസ് ഐ മൈനസ് 2a പ്ലസ് എ എന്ന് വരും. കാരണം ഐ സ്ക്വയറിനെ ഐ ആക്കുന്നു. എ ഐ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എ ആണ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. സോ ഐ മൈനസ് 2a പ്ലസ് എ. സോ മൈനസ് 2 പ്ലസ് 1 ഈസ് മൈനസ് 1. സോ ഐ മൈനസ് എ. സോ ഐ മൈനസ് എ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ മൈനസ് എ. അതായത് ഐ മൈനസ് എ ഈസ് ഓൾസോ ഐഡംപൊട്ടൻ്റ് ആൻഡ് ഐ മൈനസ് എ ഈസ് ഓൾസോ എ സ്ക്വയർ മെട്രിക്സ്. ദെൻ ഐ മൈനസ് എ ഈസ് ഓൾസോ ഐഡംപൊട്ടൻ്റ്. ഇനി നമ്മൾ അടുത്ത സബ് ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. അടുത്ത സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2a മൈനസ് ഐ എന്ന് പറയുന്നത് ഇൻവെർട്ടബിൾ ആണ്. മാത്രമല്ല അത് തന്നെയായിരിക്കും അതിൻ്റെ ഇൻവേഴ്സ്. സോ വി ആർ ടേക്കിംഗ് 2a മൈനസ് 1 2a മൈനസ് ഐ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ 2a മൈനസ് ഐ ഇൻറ്റു 2a മൈനസ് ഐ. അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 4a സ്ക്വയർ മൈനസ് 2ai മൈനസ് 2ai പ്ലസ് ഐ സ്ക്വയർ. അത് 4a സ്ക്വയർ മൈനസ് 4ai പ്ലസ് ഐ സ്ക്വയർ. നമ്മൾ മാത്രമല്ല എ എന്ന് പറയുന്നത് ഒരു ഐഡംപൊട്ടൻ്റ് മെട്രിക്സ് ആണെന്ന് പറഞ്ഞു. ഐ സ്ക്വയർ ഐ ആണ്. സോ എ സ്ക്വയർ ഈക്വൽ ടു എ ആണ്. ഐ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഐ ആണ്. സോ നമ്മൾ എ സ്ക്വയറിന് പകരം എ എന്ന് വെക്കുന്നു. സോ 4a മൈനസ് 4ai അതിന് പകരം 4a. എ ഐ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ്. വിനോ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സും ഒരു
മറ്റൊരു മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ മെട്രിക്സ് തന്നെ കിട്ടും. സോ 4a - 4a + i. സോ നമുക്ക് കിട്ടിയത് 2a - i × 2a - i = i. അതായത് രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. സോ വി ഫൈൻഡ് ദാറ്റ് 2a - i ഈസ് ഇൻവെർട്ടബിൾ ആൻഡ് 2a - i തന്നെയാണ് 2a - iയുടെ ഇൻവേഴ്സ്. സോ വി ഫൈൻഡ് ദി പ്രൂഫ് ഫോർ ദാറ്റ് പ്രോബ്ലം ഓൾസോ. ഈ 3 പ്രോബ്ലത്തിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.